കഥകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഐശ്വര്യത്തിന്റെ ഭഗവതിയാണ് ലക്ഷ്മി. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് ലക്ഷ്മി ദേവി എന്നാണ് വിശ്വാസം. മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയാണ് മഹാലക്ഷ്മി അവതരിച്ചതെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കാണാം. കയ്യിൽ താമരപ്പൂവും സ്വർണ്ണക്കുടവും പിടിച്ചിരിക്കുന്നതും അഭയവരദ മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മിയുടെ രൂപം. 2 വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നു. മഹാലക്ഷ്മിക്ക് 8 ഭാവങ്ങളുണ്ട്. ഇവർ അഷ്ടലക്ഷ്മിമാർ എന്നാണ് അറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മി പൂജ നടത്തുന്നത്. ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദീപാവലി, നവരാത്രി, തൃക്കാർത്തിക, പൗർണമി എന്നിവയാണ് വിശേഷ ദിവസങ്ങൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം, പാലക്കാട് ഹേമാംബിക ക്ഷേത്രം പോലെയുള്ള ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ മഹാലക്ഷ്മിയെ ആരാധിച്ചു കാണുന്നു. സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും പോലെയുള്ള പുരാണങ്ങൾ പറയുന്നു. മഹാകാളിയും മഹാസരസ്വതിയുമാണ് മറ്റു ഭാവങ്ങൾ. ദേവി മഹാത്മ്യത്തിൽ ത്രിമൂർത്തികളെയും ത്രിദേവിമാരെയും സൃഷ്ടിച്ചത് മഹാലക്ഷ്മിയാണെന്നും ദുർഗയ്ക്കും ഭുവനേശ്വരിക്കും മഹാലക്ഷ്മിയുമായി ഭേദമില്ല എന്നും പറയുന്നു. ദേവി മഹാത്മ്യത്തിൽ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ത്രിദേവിമാരായ ഗൗരി, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയവരും ആദിപരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് അവതരിച്ചത്. കൂടാതെ മഹാകാളിയും മഹാസരസ്വതിയും മഹാലക്ഷ്മിയിൽ നിന്നും അവതരിച്ചവരാണ്. മഹിഷാസുരനെ വധിക്കാൻ സിംഹാരൂഢയായി സർവായുധധാരിയായി മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. നവരാത്രി, ദീപാവലി എന്നിവ മഹാലക്ഷ്മി പ്രധാനമാണ്. ദശമഹാവിദ്യകളിൽ 10ാമത്തെ രൂപമായ കമലാദേവിയും മഹാലക്ഷ്മി തന്നെ. രാജസഗുണമുള്ളവളും ക്രിയാശക്തിയുമായ ലോകമാതാവായിട്ടാണ് വേദങ്ങൾ മഹാലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത്. വിദ്യാലക്ഷ്മി തന്നെയാണ് സരസ്വതി എന്നറിയപ്പെടുന്നത്. വിജയലക്ഷ്മി ദുർഗയായും ആദിലക്ഷ്മി ആദിശക്തിയായും സങ്കല്പിക്കപ്പെടുന്നു. വരാഹരൂപം ധരിച്ച മഹാലക്ഷ്മിയാണ് വരാഹി പഞ്ചമി എന്നാണ് വിശ്വാസം. വിഷ്ണുവിന്റെ വരാഹാവതാരത്തിന്റെ ശക്തിയായും വരാഹി ആരാധിക്കപ്പെടുന്നു. വെള്ളിയാഴ്ചകൾ, പൗർണമി ദിവസം തുടങ്ങിയവ മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതിനാൽ ദേവീക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വിശേഷമാണ്. രാക്ഷസ രാജാവായിരുന്നു രംഭാസുരൻ. ഇദ്ദേഹത്തിനൊരു മകനുണ്ട്, മഹിഷാസുരൻ. രംഭാസുരന് ശേഷം അസുരന്മാരുടെ രാജാവായി മഹിഷാസുരൻ വാഴുന്ന കാലം. ദേവന്മാരെ മുച്ചൂട് മുടിപ്പിക്കുക എന്നതായിരുന്നു മഹിഷാസുരന്റെ ലക്ഷ്യം. അതിനായി എപ്പോഴും യുദ്ധം നടത്തി വന്നിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു മഹിഷാസുരൻ ശക്തി നേടിയത്. മഹിഷാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ചു. എന്ത് വരമാണ് വേണ്ടതെന്ന ഭഗവാന്റെ ചോദ്യത്തിന് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഭഗവാനെ, എനിക്ക് മരണമുണ്ടാകരുത്, മരണമില്ലാത്തവനാക്കണം. ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു: മകനെ, മരണമില്ലാത്തവൻ ആരുമില്ല. ഒരിക്കൽ എല്ലാത്തിനും അവസാനമുണ്ടാകും. എനിക്ക് അങ്ങനെ ഒരു വരം നൽകാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും ചോദിച്ചാൽ സാധിച്ചു തരാം. ആലോചിച്ച ശേഷം മഹിഷാസുരൻ വീണ്ടും പറഞ്ഞു: ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാകരുത്. ദേവന്മാർക്ക് എന്നെ കൊല്ലാൻ കഴിയരുത്. മരണം അനിവാര്യമെങ്കിൽ അത് ഒരു സ്ത്രീയിലൂടെ മാത്രമാകണം. സ്ത്രീകൾ അബലയാണ്. അവർക്ക് ഒരിക്കലും ശക്തിമാനായ എന്നോട് പൊരുതാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് മരണവും ഉണ്ടാകില്ല. ബ്രഹ്മാവ് ആ വരം നൽകി മഹിഷാസുരനെ അനുഗ്രഹിച്ചു. വരബലത്തിൽ അഹങ്കരിച്ച ഈ അസുരൻ ഭൂമിയിലും ദേവലോകത്തും അക്രമം അഴിച്ചുവിട്ടു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി. അതാണ് മഹാലക്ഷ്മി. തുടർന്ന് ദേവിയും മഹിഷാസുരനും തമ്മിൽ യുദ്ധമാകുകയും അസുരനെ ചണ്ഡിക വധിക്കുകയും ചെയ്തു. മഹാലക്ഷ്മി മഹിഷാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് വിജയദശമി. ഈ വേളയിൽ വ്രതമനുഷ്ഠിച്ച ഭക്തന്മാർ കുമാരിമാരെയും ദമ്പതിമാരെയും ആചരിക്കണമെന്ന് പറയുന്നു. കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവം, ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ലളിതാ സഹസ്രനാമം എന്നിവ ശ്രീ ഭഗവതിയുടെ സ്തുതികളോ ഗ്രന്ഥങ്ങളോ ആണ്. ഇവ ദിവസേനയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറുമോ ചൊല്ലുന്നത് സർവ്വ ഐശ്വര്യത്തിനും കാരണമാകുമെന്ന് വിശ്വാസികൾ കരുതുന്നു. മഹാലക്ഷ്മി അവതരിച്ച ഒരു അവതാരകഥ പാലാഴിമദനത്തിനാണെന്ന് പറഞ്ഞുവല്ലോ. പാലാഴിമദനം എന്താണെന്ന് വെച്ചാൽ, അമൃതം എടുക്കുവാനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി എന്ന കടൽ കടഞ്ഞുവെന്ന് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു. കടക്കോലായി മന്ദരപർവ്വതവും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും ഉപയോഗിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും വലിച്ചു. പാലാഴിമദനത്തെ തുടർന്ന് അതിൽ നിന്നും നിരവധി ദിവ്യവസ്തുക്കൾ പൊന്തിവന്നു. അവസാനമായി സ്വർണകുംഭത്തിൽ അമൃതവുമായി ധന്വന്തിരി ദേവനും പൊങ്ങിവന്നുവെന്നാണ് വിശ്വാസം. നിരവധി പുരാണങ്ങളിൽ പാലാഴിമദനം പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതത്തിലുമെല്ലാം പാലാഴിമദനം വർണ്ണിച്ചിട്ടുണ്ട്. പരമശിവന്റെ അവതാരമായ അത്രി മഹർഷിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിക്ക്
ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വിദ്യാധാര സ്ത്രീകൾ ഒരു പാരിജാതമാല സമർപ്പിച്ചു. സന്യാസിയായ തനിക്ക് ദിവ്യഹാരത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം മാല ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രനെ സ്നേഹപൂർവ്വം സമ്മാനിച്ചു. ദേവേന്ദ്രൻ പാരിജാത പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ചു. തലമുടി വൃത്തിയായി ഒതുക്കി കെട്ടിത്തുടങ്ങി. അതിനോടകം പൂവിന്റെ വാസനയുടെ ഉറവിടം തേടി ധാരാളം വണ്ടുകൾ പാറി വന്നു. അവ ഐരാവതത്തിനു ചുറ്റും പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടി വന്നപ്പോൾ ഐരാവതം പൂമാലയെടുത്ത് നിലത്തിട്ട് ചതച്ചു കളഞ്ഞു. ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ശപിച്ചു. ജരാനര ബാധിക്കട്ടെ നിങ്ങൾക്കെല്ലാം എന്നായിരുന്നു ശാപം. ശാപമോക്ഷത്തിനായി അപേക്ഷിക്കിയാൽ പാലാഴി കടഞ്ഞ് അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും ഉപദേശിച്ചു. ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസുകളോടെ ദേവന്മാർ അസുരന്മാരെയും പാലാഴി മദനത്തിന് ക്ഷണിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു വലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരം കൂർമ്മമായി അവതരിച്ചു. കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. വീണ്ടും പാലാഴി മദനം തുടർന്നു. കുറച്ചു നേരത്തെ പാലാഴി കടയിലിൽ വാസുകി അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് ഛർദിക്കുകയും കാളകൂടം എന്ന മാരകവിഷം പുറത്തുവരികയും ചെയ്തു. ലോകനാശകരമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു. വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു വായയും അടച്ചുപിടിച്ചു. മറ്റു ദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷം പരമശിവന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീലനിറമായി. അതിലൂടെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. വീണ്ടും പാലാഴിമദനം തുടർന്നപ്പോൾ പലതരം ദിവ്യവസ്തുക്കളും ഉയർന്നു വന്നു. വാരുണി ദേവി, ജ്യേഷ്ഠ ഭഗവതി, പാരിജാത വൃക്ഷം, കാമധേനു എന്ന പശു, ഐരാവതം, അപ്സര സ്ത്രീകൾ, ഉച്ചൈസ്രവസ് എന്ന കുതിര, കൗസ്തുഭരത്നം, അങ്ങനെ അവസാനം വലിയ സൗന്ദര്യത്തിനുടമയായ മഹാലക്ഷ്മി ദേവി ഉയർന്നു വരുവാൻ തുടങ്ങി. മഹാലക്ഷ്മി ദേവി സമുദ്രത്തിന്റെ തിരമാലകൾക്കിടയിൽ വിടർന്ന താമരയിൽ ഉദിച്ചുയർന്നു. മഹാലക്ഷ്മി ആവട്ടെ നേരെ വന്ന് മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. അങ്ങനെ മഹാലക്ഷ്മി വിഷ്ണു സ്വയംവരവും നടന്നു. കൗസ്തുഭരത്നവും വിഷ്ണുവാണ് എടുത്തത്. അവസാനം ധന്വന്തിരി അമൃതകുംഭവും കൊണ്ട് പുറത്തു വന്നു. ഉടനെ അസുരന്മാർ അമൃത് തട്ടിയെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി. ദേവന്മാർ രക്ഷിക്കുന്നതിനായി വീണ്ടും വിഷ്ണുവിന്റെ അടുത്ത് അഭയം തേടി. വിഷ്ണു മോഹിനി രൂപത്തിൽ അസുരന്മാരുടെ അടുത്തെത്തി തന്ത്രപൂർവ്വം അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തു. മഹാലക്ഷ്മിക്ക് 8 ഭാവങ്ങളുണ്ട്. ഇവർ അഷ്ടലക്ഷ്മിമാർ എന്നറിയപ്പെടുന്നു. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ. വടക്കേ ഇന്ത്യയിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പൂജ നടത്തുന്നത് ഐശ്വര്യമുണ്ടാകുവാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ദീപാവലി, നവരാത്രി, തൃക്കാർത്തിക, പൗർണമി എന്നിവ വിശേഷ ദിവസങ്ങൾ കൊല്ലൂർ മൂകാംബിക, ചോറ്റാനിക്കര, പാലക്കാട് ഹേമാംബിക പോലെയുള്ള ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ മഹാലക്ഷ്മിയെ ആരാധിച്ചു കാണുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവതി മഹാലക്ഷ്മിയുടെ 8 അവതാര ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി എന്ന് അറിയപ്പെടുന്നത്. സമ്പത്തിന്റെ 8 സ്രോതസ്സുകളുടെയും അധിപ എന്ന സങ്കല്പത്തിലാണ് അഷ്ടലക്ഷ്മിമാരുടെ അവതാരങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ സമ്പത്ത് എന്നാൽ അഭിവൃദ്ധി, ആരോഗ്യം, ധനം, ധാന്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി, വിജയം, മൃഗസമ്പത്ത് മുതലായ ഘടകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അഷ്ടലക്ഷ്മിമാരെ സാധാരണയായി ക്ഷേത്രങ്ങളിൽ ചിത്രീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. വരലക്ഷ്മി വ്രതം, വെള്ളിയാഴ്ച വ്രതം, ദീപാവലി വ്രതം മുതലായവ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. വെള്ളിയാഴ്ച, മഹാനവമി, ദീപാവലി, തൃക്കാർത്തിക എന്നിവ മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ആദിലക്ഷ്മി അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നാൽ ഭഗവതിയുടെ ആദിയിൽ അവതരിച്ച രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൃഗു മഹർഷിയുടെ പുത്രിയായി ഈ മഹാലക്ഷ്മിയെ ഈ രൂപത്തിൽ സങ്കല്പിക്കുന്നു. 4 കൈകളോടുകൂടി പത്മാസന രൂപിയായാണ് ആദിലക്ഷ്മിയെ ചിത്രീകരിക്കാറുള്ളത്. കൈകളിൽ താമരയും ധ്വജവും ഏന്തിയിരിക്കുന്നു. മറ്റു കരങ്ങൾ അഭയമുദ്രയിലും വരമുദ്രയിലുമാണ് പിടിച്ചിരിക്കുന്നത്. ഇത് ആദിപരാശക്തിയായി തന്നെ വിശ്വസിക്കപ്പെടുന്നു. ഇനി ധനലക്ഷ്മി. സമ്പത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് ധനലക്ഷ്മി. വിവിധ രൂപങ്ങളിൽ ധനലക്ഷ്മിയെ ചിത്രീകരിക്കാറുണ്ട്. ചുവന്ന വസ്ത്രത്തിൽ 4 കൈകളിലായി ശംഖ്, ചക്രം, അഭയമുദ്ര, കലശം, ധനകുംഭം എന്നിവയോടുകൂടിയാണ് ധനലക്ഷ്മിയെ സാധാരണ ചിത്രീകരിക്കുന്നത്. കൈകളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വർഷിക്കുന്ന രൂപത്തിലും ധനലക്ഷ്മിയെ ചിത്രീകരിക്കുന്നു. ശ്രീലക്ഷ്മി എന്നും അറിയപ്പെടുന്നു. ദീപാവലി നാളിൽ ധനലക്ഷ്മിയെ വീടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രത്യേക പൂജകൾ നടക്കാറുണ്ട്.
ധാന്യലക്ഷ്മി കാർഷിക സമ്പത്തിന്റെ ദേവിയാണ് ധാന്യലക്ഷ്മി. 8 കൈകളോടുകൂടിയ രൂപമാണ് ധാന്യലക്ഷ്മിയുടേത്. കർഷകരുടെയും കാർഷിക വിളകളുടെയും ഭഗവതിയാണിത്. ദേവി പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. കൈകളിൽ കതിർ, കരിമ്പ്, കദളീഫലം, താമര, അഭയമുദ്ര, വരദമുദ്ര എന്നിവ ചിത്രീകരിക്കുന്നു. അന്നപൂർണേശ്വരി ദേവിക്ക് സമാനമായ സങ്കല്പമാണിത്. ഇനി ഗജലക്ഷ്മി മൃഗസമ്പത്തിന്റെ ദേവിയാണ് ഗജലക്ഷ്മി. കൂടാതെ രാജയോഗത്തിന്റെ ദേവിയായും ഗജലക്ഷ്മിയെ ആരാധിക്കുന്നു. 4 കൈകളോടുകൂടിയ രൂപമാണ് ഗജലക്ഷ്മിയുടേത്. കൈകളിൽ 2 താമരകളും അഭയമുദ്ര, വരദമുദ്ര എന്നിവ ചിത്രീകരിക്കുന്നു. ഗജലക്ഷ്മിയുടെ വശങ്ങളിലായി 2 വെളുത്ത ആനകളെയും ചിത്രീകരിക്കാറുണ്ട്. സന്താനലക്ഷ്മി സന്താന സൗഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപമാണ് സന്താനലക്ഷ്മി. 6 കൈകളോടുകൂടിയ രൂപമാണ് സന്താനലക്ഷ്മിയുടേത്. 2 കൈകളിൽ കലശങ്ങളും മറ്റു കൈകളിലായി വാൾ, പരിച, അഭയമുദ്ര എന്നിവയും ചിത്രീകരിക്കുന്നു. സന്താനലക്ഷ്മിയുടെ മടിത്തട്ടിൽ ഒരു ശിശുവിനെയും ചിത്രീകരിക്കുന്നു. വീരലക്ഷ്മി അഥവാ ധൈര്യലക്ഷ്മി യുദ്ധം മുതലായ സന്ദർഭങ്ങളിൽ ധൈര്യം, വീര്യം, ശക്തി മുതലായവ പ്രദാനം ചെയ്യുന്ന ദേവീരൂപമാണ് ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനുമുള്ള ആർജവം ധൈര്യലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ കൈവരുന്നു. 8 കൈകളോടുകൂടിയ രൂപമാണ് ധൈര്യലക്ഷ്മിയുടേത്. കൈകളിൽ ശംഖ്, ചക്രം, വാൾ, പാശം, തൃശൂലം, ഗ്രന്ഥം തുടങ്ങിയ ആയുധങ്ങളും വരദമുദ്ര, അഭയമുദ്ര എന്നിവയും ചിത്രീകരിക്കുന്നു. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് വീരലക്ഷ്മി ധരിച്ചിരിക്കുന്നത്. ദുർഗയുടെ ഭാവമാണ് വീരലക്ഷ്മിക്ക് കൽപ്പിച്ചിരിക്കുന്നത്. കോലാസുരനെ വധിച്ച ഭഗവതി മഹിഷാസുരമർദിനി എന്നും വിളിക്കുന്നു. ഇനി വിജയലക്ഷ്മി വിജയം പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി അഥവാ ജയലക്ഷ്മി. 8 കൈകളോടുകൂടിയ രൂപമാണ് വിജയലക്ഷ്മിയുടേത്. കൈകളിൽ ശംഖ്, ചക്രം തുടങ്ങിയ ആയുധങ്ങളും വരദമുദ്ര, അഭയമുദ്ര എന്നിവയും ചിത്രീകരിക്കുന്നു. ഇത് ദുർഗയ്ക്ക് തുല്യമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. വിദ്യ, അറിവ് എന്നിവ പ്രദാനം ചെയ്യുന്ന ദേവീരൂപമാണ് വിദ്യാലക്ഷ്മി. സരസ്വതിക്ക് സമാനമായി വിദ്യാലക്ഷ്മിയെ കണക്കാക്കപ്പെടുന്നു. 8 യാമങ്ങൾ അഷ്ടലക്ഷ്മിമാരുടെ ആവാസ സമയമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത് 3 മണിക്കൂർ സമയമാണ് ഒരു യാമം. ആദ്യത്തെ യാമം തുടങ്ങുന്നത് പുലർച്ചെ ഏകദേശം 3 മണിക്കാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് ഉദയസമയം മാറുന്നതിനനുസരിച്ച് യാമം തുടങ്ങുന്ന സമയത്തിന് മാറ്റമുണ്ടാകും. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 8 യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം. ആദ്യം വിദ്യാലക്ഷ്മിയുടെ യാമമാണ്. വിദ്യാലക്ഷ്മിയെയാണ് സരസ്വതി എന്ന് പറയുന്നത്. അതിനാൽ സരസ്വതി യാമം എന്ന് ആദിയാമത്തെ പറയുന്നു. സരസ്വതി യാമം 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമാണ്. ധനലക്ഷ്മി യാമം 6 തൊട്ട് 9 വരെയുള്ള സമയവും. ആദിലക്ഷ്മി യാമം 9 തൊട്ട് 12 മണി വരെയുള്ള സമയം. ധാന്യലക്ഷ്മി യാമം 12 തൊട്ട് 3 മണി വരെയുള്ള സമയം. ഗജലക്ഷ്മി യാമം ആവട്ടെ 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയവും. സന്താനലക്ഷ്മി യാമം 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയവും. വീരലക്ഷ്മി യാമം 9 മണി തൊട്ട് 12 മണി വരെയുള്ള സമയവും. വിജയലക്ഷ്മി യാമം 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയവുമാകുന്നു.